കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ സ്വന്തം ജീവനക്കാരിയുടെ കിഡ്നി എടുത്ത ശേഷം പിരിച്ചുവിട്ടതായിട്ടാണ് വാർത്ത. ജീവനക്കാരിയോട് 8.5 ലക്ഷം രൂപ കൊടുക്കാം, അതായത് 8.5 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കിഡ്നി എടുത്തത്. എന്നാൽ ഒടുവിൽ യുവതിക്ക് കിട്ടിയത് 3.5 ലക്ഷം മാത്രം. ബാക്കി പണം ചോദിച്ചപ്പോൾ ജീവനക്കാരിയെ ഈ ആശുപത്രി അധികൃതർ പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഈ വാർത്ത പുറത്തു വന്നതിന് മുൻപ് തന്നെ ഈ വാർത്ത വന്ന ഉറവിടങ്ങളിൽ നിന്നും കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയിൽ അധികാരികളോട് ബന്ധപ്പെടുകയും അന്വേഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കിഡ്നി വിൽപ്പന ഇവർ നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. ഇതിനെക്കുറിച്ച് ജീവനക്കാരി പറയുന്നതിന്റെ വ്യക്തമായ വീഡിയോ ക്ലിപ്പുകളും വിവരങ്ങളും എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കിഡ്നി എടുത്ത് ചതിക്കപ്പെട്ടപ്പോൾ ഈ ജീവനക്കാരി അവിടെ കിഡ്നി കൊടുക്കാൻ വന്ന മറ്റൊരാളോട് തന്റെ അനുഭവം ഇതാണ്: കാശ് വാങ്ങിയിട്ടേ കിഡ്നി കൊടുക്കാവൂ, എല്ലാം നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ ചതിക്കും എന്ന് കിഡ്നി പോയ ജീവനക്കാരി കിഡ്നി വിൽക്കാൻ വരുന്നവരോട് പറഞ്ഞതിനാലാണ് അവരെ പിരിച്ചുവിടാൻ കാരണം എന്ന് പറയുന്നു. നിയമവിരുദ്ധമായ ഒന്നും ചെയ്തിട്ടില്ലെന്നും ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെന്നും ലേക്ക് ഷോർ അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. ആശുപത്രി അധികാരികൾ കൂടുതൽ പ്രതികരിക്കുന്നതിൽ നിന്നും പല തവണ ഒഴിഞ്ഞു മാറി. എന്നാലും ഇരുവശവും കേൾക്കേണ്ട കാര്യമുണ്ട്. ആശുപത്രി അധികാരികൾ എല്ലാം നിഷേധിക്കുമ്പോൾ കിഡ്നി പോയ ജീവനക്കാരി പറയുന്നത് ഇതാണ്: സ്വന്തം കിഡ്നി എടുത്ത് ചതിക്കപ്പെട്ടപ്പോൾ ഈ ജീവനക്കാരി അവിടെ കിഡ്നി കൊടുക്കാൻ വന്ന മറ്റൊരാളോട് എൻ്റെ അനുഭവം ഇതാണ്, കാശ് വാങ്ങിയിട്ടേ കിഡ്നി കൊടുക്കാവൂ, എല്ലാം നോക്കിയും കണ്ടും ചെയ്തില്ലേ ചതിക്കും എന്ന് ഈ ജീവനക്കാരി കിഡ്നി വിൽക്കാൻ വരുന്നവരോട് പറഞ്ഞു. അങ്ങനെയാണ് ഇവരെ പിരിച്ചുവിടുത്തത് എന്നാണ് ഈ ജീവനക്കാരി തന്നെ പറയുന്നത്. എന്നാൽ ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നിരവധി ആരോപണങ്ങളാണ് ഈ ആശുപത്രിയെ സംബന്ധിച്ച് എത്തുന്നത്. ഇവിടെ ഗാസ്ട്രോയിലേക്ക് ഒരു ചികിത്സയ്ക്ക് ഗാസ്ട്രോയിലേക്ക് ഒരു ചികിത്സയ്ക്ക് എത്തി അവിടുത്തെ ഡോക്ടർ വർഷങ്ങളോളം തന്നെ വില കൂടിയ മരുന്നുകൾ കഴിപ്പിച്ചു. എന്നാൽ ഒരു മുഴ ചികിത്സിക്കാൻ വേണ്ടി എത്തിയതാണ്. എന്നാൽ ആ മുഴ മാറും, മുഴ കരിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം മരുന്ന് കഴിപ്പിച്ചു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. പിന്നീട് അറിയുന്നത് ഈ മരുന്നൊക്കെ വെറുതെയാണ്, മുഴയൊക്കെ മാറണമെങ്കിൽ സർജറി തന്നെ വേണമെന്ന് പിന്നീടാണ് അറിയുന്നത് എന്ന് ഒരു വ്യക്തി കമൻ്റായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകളാണ് ലേക്ക് ഷോർ ആശുപത്രിയുടെ ഈ ഇത്തരത്തിലുള്ള കൃത്രിവിലോപങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഈ ആശുപത്രിയെക്കുറിച്ച് ഈ വാർത്ത എത്തിയതിന് പിന്നാലെ ഈ അവയവ മാഫിയ രംഗത്തെ കുറിച്ച് വലിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എത്തുന്നത്. ഇത് മാത്രമല്ല, കുറച്ചു നാളുകൾക്ക്, അതായത് കുറച്ചു മാസങ്ങൾക്കിടയിൽ തന്നെ നിരവധി ആശുപത്രിയിൽ ഈ അവയവ വിൽപ്പനയെ സംബന്ധിച്ച് നിരവധി റെയ്ഡുകളും നടന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഇതിനു മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു ചിത്രമുണ്ട്. ജോസഫ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ കൃത്യമായി അവയവദാനങ്ങളെ കുറിച്ച് ഉള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാരണം ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളിൽ നിന്നും അവരറിയാതെ തന്നെ അവയവം എടുത്തു മാറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിഡ്നി മാറ്റി വെക്കണം എന്നാണെങ്കിൽ അവർക്ക് കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ അങ്ങനെ പറഞ്ഞു വിടുന്നു. എന്നാൽ കിഡ്നി ഈ പാവപ്പെട്ടവർക്കായിരിക്കില്ല, നല്ല പൈസ കൊടുത്ത് തന്നെ കിഡ്നി വാങ്ങുന്നവരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ അവയവ മാറ്റ ശസ്ത്രക്രിയകൾ നടത്തുന്ന നിരവധി പേരെ നമ്മൾ ഇപ്പോൾ വാർത്തകളിലൂടെ അറിയുന്നുണ്ട്.